പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് വീണ്ടും വിശുദ്ധ ആലയത്തിൽ ആയിരിക്കുവാൻ ദൈവം നൽകിയ അനുഗ്രഹ നിമിഷത്തിനും അനുവാദത്തിനും ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങൾ വളരെ പരിചിതമാണ്. നമ്മുടെ CSICയിലെ മാർത്തോമ കോമൺ ലെക്ഷണറി പഞ്ചാംഗം അനുസരിച്ച് ചിന്തിക്കുന്ന വിഷയം ഓണർഡ് മാരേജ്, വിവാഹത്തിൻ്റെ മാന്യത എന്നൊരു വിഷയമാണ്. ഇംഗ്ലീഷും മലയാളവുമായി ശകലം വ്യത്യാസങ്ങളൊക്കെ ഭാഷാന്തരത്തിലുണ്ടെങ്കിലും മാന്യതയാണ് വിവാഹം എന്ന അർത്ഥം വരുന്ന തരത്തിലാണ് ഇന്നത്തെ വിഷയം ക്രമീകരിച്ചിരിക്കുന്നത്. വിവാഹം മനുഷ്യജീവിതത്തിൽ അതിപ്രധാനമായൊരു കാര്യമാണ്. ആ അതിപ്രാധാന്യത നമ്മൾ മനസ്സിലാക്കുന്നതിന് പല മുഖാന്തരങ്ങളും വേദപുസ്തകത്തിലുണ്ട് എങ്കിലും യേശുവിൻ്റെ പരസ്യ അടയാളം ആരംഭിച്ച ഗലീലയിലെ കാന തന്നെയാണ് അതിന് ഏറ്റവും പ്രാധാന്യമുള്ളത്. നമ്മൾ ചെറുപ്പകാലം മുതൽ പഠിക്കുന്ന ഒന്നാണ്. യേശുവിൻ്റെ ആദ്യ അടയാളമാണ് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത്. അത് ഒരു ഗൗരവമായ ക്രിസ്തുവിൻ്റെ ഇടപാട് ആണെന്ന് പറയുമ്പോൾ തന്നെ മറ്റ് സന്ദർഭങ്ങളുമായി ചേർത്ത് ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നതിനേക്കാൾ വിവാഹത്തിൻ്റെ ധന്യതയും അവിടുത്തെ കുറവുകൾ നീക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ജനത്തെ ഉത്സാഹിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഉചിതമാണ്. നമ്മൾ ചിലർ വിചാരിക്കാറുണ്ട് അനുയോജ്യമായ പങ്കാളിയാണ് വിവാഹത്തിന് ആവശ്യമെന്നാണ് പറയുക. അനുയോജ്യമായ പങ്കാളി നമ്മൾ പലപ്പോഴും ഈ പത്രങ്ങളിലൊക്കെ ഇപ്പോൾ ഞായറാഴ്ച ദിവസം വളർന്നു നിൽക്കുന്ന അമ്മമാരുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരും അപ്പന്മാരുമൊക്കെ മനോരമ അരിച്ചു പറക്കുമ്പോൾ പലതരത്തിലുള്ള പരസ്യങ്ങൾ കാണാം. ചിലർ പറയും നല്ല ഗോഡ് ഫിയറിങ് ആണ്, ബോൺ അഗെയിനാണ്, ബോൺ അഗെയിനാണ്, ഇതൊക്കെ പറയാറുണ്ട്. ഇപ്പം ഈയിടയ്ക്കായിട്ട് സ്ഥിരമായിട്ട് വരുന്നൊരു കാര്യമുണ്ട്. തൻ്റെ ഇടത്തിൻ്റെ കാരണത്താൽ തൻ്റേതല്ലാത്ത, ഈ ആദ്യം പറഞ്ഞ കറക്റ്റെന്ന് തോന്നുന്നു, തൻ്റേതല്ലാത്ത കാരണത്താൽ ബന്ധം വേർപിരിയേണ്ടി വന്ന എന്ന ഒരു ഭാഷ നമ്മൾ വായിക്കാറുണ്ട്. അത് ഇടയ്ക്കാണ് നമ്മളത് വായിച്ചു തുടങ്ങിയത്, ഇല്ലേ? എനിക്കറിയാം എന്താണെന്നറിയാമോ, എത്ര എനിക്ക് ഈ തൻ്റെ ഇടത്തിൻ്റെ കാരണത്താൽ തന്നെ വരത്തുള്ളൂ. ഞാനിനി അങ്ങനെ പറയുന്നത് നിങ്ങൾ തിരുത്തണം കേട്ടോ. അച്ഛൻ അങ്ങനല്ല ഇങ്ങനെ എന്ന് പറയണം. എന്താണെന്നറിയാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ സ്ഥിരമായിട്ടങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ വിവാഹ ചിന്തകളിലൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത് വിവാഹത്തിന് അനുയോജ്യമായൊരു പങ്കാളിയാണ് ആവശ്യം. പക്ഷേ ഈ കാലഘട്ടം നമ്മോട് പറയുന്നത് മാന്യമായൊരു പങ്കാളിയെ ആവശ്യം. മാന്യമായൊരു പങ്കാളി, അതായത് അനുയോജ്യമായ പങ്കാളിയേക്കാൾ, അല്ലെങ്കിൽ ഒരു ഹിന്ദു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ 10ൽ 10 പൊരുത്തവുമുള്ള ഒരു എന്താ പറയുക, ഒരു അനുയോജ്യമായ പങ്കാളിയേക്കാൾ മാന്യമായ ഒരു കൂട്ടാളി. അല്പം കൂടി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചെറുതലമുറയുടെ ഏറ്റവും വലിയ താല്പര്യം ലിവിങ് ടുഗെദറാണ്, ഒന്നിച്ച് പാർക്കുക കുറേ നാൾ. ആ ഇൻഫാക്ച്വേഷൻ കഴിയുമ്പോൾ ബൈ ബൈ പറഞ്ഞ് പോകുക. അപ്പോൾ നമ്മുടെ ഈ മാന്യമായൊരു കൂട്ടാളിയുടെ അന്വേഷണത്തിൽ മനസ്സിലിരിക്കുക നോട്ട് ഫോർ ലിവിങ് ടുഗെദർ ബട്ട് ഫോർ ലിവിങ് ഫോർ എവർ, എല്ലാ കാലവും ജീവിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന ആരും വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ സമ്പൂർണ്ണമായ പ്രതീക്ഷകളൊക്കെ നിറവേറ്റപ്പെട്ടവരൊന്നുമല്ല. ആണോ? അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയും നിങ്ങൾ പച്ചക്കള്ളം പറയുക എന്നതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ബാല്യകാല സ്വപ്നങ്ങളും കൗമാര സ്വപ്നങ്ങളുമൊക്കെ ഒറ്റ ഒരു ഐറ്റത്തെയാണ് കിട്ടിയെന്നൊന്നും പറയാൻ നിങ്ങൾ പള്ളിയിൽ നിന്ന് കള്ളം പറയത്തില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ മാന്യമായൊരു കൂട്ടാളിയുണ്ട്. ആ കൂട്ടാളിയാണ് ജീവിതത്തിൽ നമുക്ക് കൂടേണ്ടത്. അതിന് 2 വാക്കുകൾ ഞാൻ പരിചയപ്പെടാം. ഇങ്ങനെ കമ്പാറ്റിബിൾ പാർട്ട്ണർ എന്ന് പറയും. കമ്പാറ്റിബിൾ പാർട്ട്ണർ അല്ലെങ്കിൽ അനുയോജ്യത.
അല്ലെങ്കിൽ കമ്പാറ്റബിലിറ്റി, അനുയോജ്യത എന്ന് പറഞ്ഞാൽ ഒരുപോലെ ആയിരിക്കുക എന്നല്ല, മറിച്ച് പരസ്പര പൂരകമായൊരു ബന്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരുപോലെ ഇരിക്കുക എന്നുള്ളതല്ല. ഭർത്താവ് ചിരിക്കുമ്പോൾ ഭാര്യയും ചിരിക്കുക, ഭർത്താവ് കരയുമ്പോൾ ഭാര്യയും കരയുക, ഭർത്താവ് വീട്ടുകാരെ പറ്റി തെള്ളിക്കൊണ്ടിരുന്ന ഭാര്യയും കൂടെ തെള്ളിക്കൊണ്ടിരിക്കുക. ഇതല്ല ഒരു വൈവാഹിക ജീവിതത്തിലെ അനുയോജ്യത. പരസ്പര പൂരകം എന്ന് പറയുമ്പോൾ ഭർത്താവ് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാര്യയും കൂടെ തള്ളുകയല്ല, ഭാര്യ അതിന് വിരുദ്ധമായി അല്പം തണുപ്പിച്ച് ഭർത്താവിൻ്റെ ആ വിവരക്കേടിനെ ഒന്ന് തണുപ്പിക്കാൻ. ഭാര്യ ഇങ്ങനെ തള്ളിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഭർത്താവും ഒന്ന് തണുപ്പിക്കാൻ കഴിയുന്ന ഒരു തരം എന്താ പറയുക, ഒരു മര്യാദയുള്ള കൂട്ടായ്മ. അനുയോജ്യത എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകമായൊരു ബന്ധമായിരിക്കുക എന്നതിൻ്റെ അർത്ഥം. അല്പം കൂടി പറഞ്ഞാൽ സംഘർഷത്തിന് പകരം ഒരു പങ്കാളിത്തത്തിന് മനോഭാവം ഉണ്ടാകുക. സംഘർഷത്തിന് പകരം പങ്കാളിത്ത മനോഭാവം. അതിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കണം, ഒരു വൈകാരിക ബന്ധം. വൈകാരിക ബന്ധം മലയാളിക്ക് എങ്ങനെ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 കൈ മുക്ക് ഗുഡ് മോർണിംഗ്, അത് കഴിഞ്ഞ് പത്രം എടുത്തിട്ട് കൊടുക്കുമ്പോൾ താങ്ക് യു, കട്ടൻ കാപ്പി കൊടുക്കുമ്പോൾ വെരി ടേസ്റ്റി, ഇങ്ങനെയൊക്കെ പറയുന്നതാണോ നമ്മുടെ ഇമോഷണൽ കണക്ഷൻ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്കതിൽ വലിയ പക്ഷമൊന്നുമില്ല. എൻ്റെ ഭാര്യ എപ്പോഴും പറയാറുണ്ട്, നല്ലതിനൊന്നും നല്ലതെന്ന് പറയാറില്ല. അപ്പോൾ ചീത്ത ഉണ്ടായാലും ഉടനെ ചീത്തയെന്ന് പറയും. അപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, ചീത്തയെന്ന് പറയാത്തതെല്ലാം നല്ലതാണ്. എത്ര ബുദ്ധിയാണെന്നറിയാം നോക്കെ. ചീത്തയെന്ന് പറയാത്തതെല്ലാം നല്ലതാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചീത്ത പറയത്തില്ല, വല്ലപ്പോഴും ചീത്ത പറയൂ, മോശമെന്ന് പറയത്തുള്ളൂ, ബാക്കിയെല്ലാം നല്ലതാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം, തെറ്റാകട്ടോ മനഃപൂർവ്വം. അപ്പോൾ ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വൈകാരിക ബന്ധം എന്ന് പറയുമ്പോൾ അതിനകത്തൊരാൾ വേണം. വൈകാരിക ബന്ധത്തിനകത്ത് യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അല്പം കൂടി പറഞ്ഞാൽ an emotionally driven conflict resolution നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വൈകാരികമായി നയിക്കപ്പെടുന്ന സംഘർഷ പരിഹാരം. വൈകാരികമായി നയിക്കപ്പെടുന്ന സംഘർഷ പരിഹാരം. ഈ പൊക്കിൽക്കൊടി ബന്ധം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഒരു മകൻ എത്ര അമ്മയെ ചീത്ത വിളിച്ചാലും അമ്മ തിരിച്ചൊരു കമ എന്നൊരക്ഷരം പറയുമോ? കമ എന്നക്ഷരം പറയും. കാ മുതൽ മാ വരെയുള്ള അക്ഷരം, ഒരക്ഷരമല്ല, കാ മുതൽ മാ വരെയുള്ള ഒരു അക്ഷരം പറയത്തില്ല. കാരണം എന്നാ? അതാണ് പൊക്കിൽക്കൊടി ബന്ധം എന്ന് പറയപ്പെടുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ അല്പം വഴക്കിട്ട് കഴിയുമ്പോൾ, വഴക്കിടത്തില്ലേ? പള്ളിക്കള്ളം പറയരുത്. ഞാൻ എപ്പോഴും പറയുന്ന ആവർത്തിക്കുക, ആരെങ്കിലും ഒരാൾ പറയുക 10-40 വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഇച്ചിപ്പോന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അർത്ഥം മന്ദബുദ്ധികളായതുകൊണ്ടാണ്. വെറും കൊടും മന്ദബുദ്ധികൾ ജീവിക്കുന്നിടത്താണ് ഒരു വഴക്കുമില്ലാത്തത്. നല്ല ബുദ്ധികളാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അപ്പോൾ എന്നാൽ വഴക്കിട്ട് കഴിയുമ്പോൾ ആ ബന്ധമൊന്ന് പുനഃസ്ഥാപിക്കും വരെ അസ്വസ്ഥത. അതായത് ഭാര്യയോട് വഴക്കിട്ട് കഴിയുമ്പോൾ വീണ്ടും അവളുമായി ഒന്ന് മിണ്ടുന്നത് വരെ, അല്ല അവനുമായിട്ടൊന്ന് മിണ്ടുന്നത് വരെ മനസ്സിലൊരു അസ്വസ്ഥത. അത് ഭർത്താക്കന്മാർ പുറത്ത് കാണിക്കത്തില്ല എങ്കിലും അകത്തൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഈ ഇമോഷണൽ കണക്ഷൻ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. ഒറ്റ ഉണത്തിന് ശ്വാസമില്ല, എൻ്റെ ശ്വാസം പൊള്ളേത് പോയി. അപ്പോൾ വൈകാരികമായ ബന്ധം ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ മാന്യമായൊരു കൂട്ടാളിക്കകത്ത് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകണം. അല്ലെങ്കിൽ പറഞ്ഞ ഒരു ബീങ് എ ഡീസൻറ്റ് കമ്പാനിയൻ, മാന്യമായൊരു കൂട്ടാളി, അല്ലെങ്കിൽ സ്നേഹവും പിന്തുണയും ഒക്കെ പരിപോഷിപ്പിക്കുന്ന ഒരു ബന്ധം. അല്പം കൂടി പറഞ്ഞാൽ ദ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു ദെയർ ഇൻ യുവർ പാർട്ട്നേഴ്സ് ക്രൈസിസ്? ഇതാ ചോദ്യം. ആർ യു ദെയർ ഇൻ യുവർ പാർട്ട്നേഴ്സ് ക്രൈസിസ്? ഒരു ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടോ? ഇറ്റ് ഡസ് മീൻ ദാറ്റ് യു ആർ ഇമോഷണലി കണക്റ്റഡ്. അപ്പോൾ ഞാൻ ഈ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ ഒരിക്കൽ എൻ്റെ ഭാര്യ എന്നോട് ഒരു മോളിൽ ചെന്നപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ മലയാളി ഭർത്താക്കന്മാർ പോകുന്ന വേണ്ട നഷ്ടപ്പെട്ട രീതിയിലാണ് പോകുന്നത്. നമ്മളൊന്നും മിണ്ടത്തൊന്നുമില്ല, നമ്മളിങ്ങനെ ഭാര്യയോട് മിണ്ടാതെ കടുപ്പിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വളരെ പ്രായമുള്ളൊരു സായിപ്പും മദാമയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോന്നു. അപ്പോൾ ഭാര്യ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതുപോലെ വേണമെന്ന്.
അപ്പോൾ അവർക്ക് 10, 80, 85 വയസ്സുണ്ട്. ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് കല്യാണം കഴിച്ചേ ഉള്ളൂ. 6ാമത്തെ 7ാമത്തെ എങ്ങാണ്ട, 6ാമത്തെ 7ാമത്തെ എങ്ങാണ്ട. ഞാൻ പണ്ട് ഓസ്ട്രേലിയൻ ഒരു ഫാമിലീൻ്റെ കല്യാണം ബാംഗ്ലൂർ UTCയിൽ നടന്നപ്പോൾ ആ ചാപ്പലിൽ പാട്ടുപാടാൻ പോയി. പാട്ടുപാടാൻ പോയ സമയത്ത് കെട്ടുന്ന പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ആ കുഴപ്പമാണ് മൊത്തത്തിൽ. ആരാരുടെ ഭാര്യയാണെന്നൊന്നും അറിയത്തില്ല. അവസാനം ഭാര്യ നന്ദി പറയാൻ എഴുന്നേറ്റു. ഭാര്യ നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു വന്നപ്പോൾ ഈ ഭർത്താവിൻ്റെ പേര് വന്നപ്പോൾ അങ്ങ് സ്റ്റക്കായിപ്പോയി. അതോടെ കൂളായിട്ട് പറഞ്ഞു, സോ ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം ബിക്കോസ് വി മാരിഡ് റീസെൻ്റ്ലി. അപ്പോൾ വയസ്സ് 75. ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം ബിക്കോസ് വി മാരിഡ് റീസെൻ്റ്ലി. മോൻ്റെ കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹവും പിന്തുണയും ഒക്കെ ഈ മാന്യമായ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റാരെയും ഇങ്ങനെ കോപ്പി ചെയ്യാനല്ല. വെൻ യുവർ പാർട്ട്ണർ ഫേസ് സംതിങ് ട്രബിൾസം ഇൻ ദെയർ ലൈഫ്, ആർ യു ദെയർ, ആർ യു അവൈലബിൾ? അതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് അത്ര ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ പോകണം എന്നർത്ഥം. അവിടെ പലപ്പോഴും രാവിലെ പ്രിയപ്പെട്ട ബിനോച്ചൻ പ്രസംഗിച്ച് നിങ്ങൾ ചിലത് കേട്ടിരിക്കും. അവിടെ കമ്മിറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, പേഷ്യൻസ് ആവശ്യമുണ്ട്, ഫ്ലെക്സിബിലിറ്റി ആവശ്യമുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതിലുപരിയായി വില്ലിങ്നെസ് ടു കോംപ്രമൈസ്, വിട്ടുവീഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിൽ പുതിയ സാഹചര്യത്തിന് വേണ്ടിയുള്ള ക്രമീകരണം, ഇതൊക്കെ അത്യാവശ്യമാണ്. അല്ലേ പറ്റുകയില്ല, അല്ലേ? വിവാഹകാര്യത്തിൽ പൊരുത്തങ്ങൾ അങ്ങനെയാണ്. അതായത് ഭർത്താവിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി വിവാഹ ജീവിതം തുടങ്ങുന്ന ഭാര്യയും മരുമകളുടെ കുറ്റം എഴുതി വെക്കുന്ന അമ്മായിയമ്മയുള്ള ഒരിടത്തും കാര്യങ്ങൾ ശരിയായിട്ട് പോകുകയല്ല. ഇത് ആവർത്തിക്കുന്നില്ല. ആവർത്തിച്ച് നിങ്ങൾ എന്നെ തന്നെയാണോ നിങ്ങൾക്ക് തോന്നിപ്പോൾ, അതുകൊണ്ട് ഞാൻ ഇത് ആവർത്തിക്കത്തില്ല. അപ്പോൾ ഈയിടയ്ക്ക് ഈ ഒത്തിരി വിവാഹ കേസുകളൊക്കെ നമ്മൾ മുന്നിൽ വരുമ്പോൾ ചില അപ്പന്മാരും അമ്മമാരും ചില രേഖകൾ കൂടെ വരുന്നത്. രേഖകൾ എന്താ? രേഖകൾ ആദ്യ രാത്രി മുതലുള്ള രേഖകൾ ഭാര്യ സൂക്ഷിച്ചു. പിന്നെ എങ്ങനെ നന്നാവാനാടേ? ആദ്യ രാത്രിയിൽ തുടങ്ങിയ രേഖകൾ കേസിന് വന്നപ്പം സൂക്ഷിച്ച് വച്ചേക്കുക. ഇവ ശരിയാകത്തില്ല എന്നുള്ളത് കൊണ്ട് ശരീരത്തെ തൊടിയിക്കത്തില്ല. പിന്നെ എങ്ങനെ ശരിയാവാനാടേ? അതിന് ഏലം വെക്കുന്നവർ അപ്പനും അമ്മയും. അപ്പോൾ പങ്കാളിത്തം എന്ന് പറയപ്പെടുന്നത് രേഖകൾ ശേഖരിച്ചുകൊണ്ട് കേസിന് പോകുമ്പോൾ നമ്മുടെ പക്ഷം വിജയിപ്പിക്കാനുള്ളതല്ല, മറിച്ച് സൃഷ്ടിയിൽ എന്താണ് ദൈവം ആഗ്രഹിച്ചത് അതിൻ്റെ പൂർത്തീകരണമാണ്. ഡേയ്സ് ഓഫ് എ വൈഫ്സ് എന്നൊരു പുസ്തകമുണ്ട്. ഡേയ്സ് എന്ന് പറഞ്ഞാൽ DIYS അല്ല, DAZ, അതായത് ഭാര്യമാരുടെ ഭ്രമം എന്ന പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം എഴുതിയത് ഡേവ് മ്യൂറർ എന്നൊരാളാണ്. ഡേവ് മ്യൂറർ. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ഇങ്ങനെയാണ്: എ ഗ്രേറ്റ് മാരേജ് ഈസ് നോട്ട് when the perfect couple come together. It is when an imperfect couple learns to enjoy the difference. A great marriage is not when the perfect couple come together. It is when an imperfect couple learns to enjoy the difference. നമ്മൾ രണ്ട് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ ജീവിക്കുന്ന ഒരു നിലയിൽ ഒത്തിരി വ്യത്യസ്തത കാണാം. ആ വ്യത്യസ്തതകളെ ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ അർത്ഥം. ബിഷപ്പ് മൈക്കിൾ ജോൺ നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വിവാഹ ശുശ്രൂഷകളുടെ പ്രസംഗങ്ങളിലും അദ്ദേഹം വിവാഹത്തിൻ്റെ കൂട്ടിയോജിപ്പിനെക്കുറിച്ച്, ഒന്നാകലിനെക്കുറിച്ച് ഒരു ഇമേജറി പറയാറുണ്ട്. അത് പാചകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. അദ്ദേഹം പറയുന്നത് ഇഞ്ചിയും കൊഞ്ചും ഒന്നിച്ചു പോകില്ല. പക്ഷേ ഭർത്താവിന് ഇഞ്ചി ഇഷ്ടവും ഭാര്യയ്ക്ക് കൊഞ്ച് ഇഷ്ടവുമാണെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അന്വേഷണം എന്ന് പറയപ്പെടുന്നത് ഭർത്താവിൻ്റെ കൊഞ്ചിൻ്റെ ആഗ്രഹം ഭാര്യയുടെ ഇഞ്ചിയുടെ ആഗ്രഹമായി എങ്ങനെ സംയോജിപ്പിച്ച് കൊണ്ടുപോകാവുന്ന. നമുക്കറിയാം ഇഞ്ചിക്കൊരു ക്രാണിപ്പുണ്ട്. ഈ കൊഞ്ചിനെ പറ്റി പറയുന്നത് അതിലോലമായൊരു രുചിയാണ്. ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു വേവ് പോലും, അതായത് കുക്കിംഗ് ടൈം പോലും വ്യത്യാസമുണ്ട്. സമ്പൂർണ്ണമായിട്ട് ഇഞ്ചിയുടെ സത്തിറങ്ങി വരാൻ കുറേ സമയം എടുക്കും. കൊഞ്ചിന് അത്രയും വേണ്ട എന്നാണ് പറയുക. പക്ഷേ ചോദ്യം ഇങ്ങനെ രണ്ട് ധ്രുവത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെ കൊഞ്ചിൻ്റെ രുചി കളയാതെയും കൂടാതെയും അല്ലെങ്കിൽ ഇഞ്ചിയുടെ രുചി കുറയാതെയും കൂടാതെയും
ഒരു കറി ഉണ്ടാക്കാമെന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചോദ്യത്തിന് മറുപടി പറയുന്നതാകണം നമ്മുടെ വിവാഹമെന്ന് പറയുക. നമ്മൾ വായിച്ചു കേട്ട മലാഖി പ്രവചനമാണ് എനിക്ക് 3 പോയിന്റ് പെട്ടെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മലാഖിയുടെ പ്രവചനത്തിൻ്റെ ആ ഭാഗത്ത് സ്പെസിഫിക്കായി പ്രീസ്റ്റിനെ നോക്കിയാണ് പറയുന്നത്, വൈദികരെ നോക്കിയാണ് പറയുന്നത്. ഇപ്പോഴത്തെ വൈദികരെല്ലാവരും പഴയ കാലത്തെ വൈദികരാണെങ്കിലും അവരെ നോക്കിയാണ് അതിൻ്റെ അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഒരു ചിന്ത 13 വരെ അങ്ങോട്ട് വായിക്കുമ്പോൾ വിവാഹത്തിൻ്റെ പവിത്രതയെക്കുറിച്ചാണ്. മലാഖി പറയുന്നു മാരേജ് ഈസ് എ കവനൻറ്റ്, അതൊരു വലിയ ഉടമ്പടിയാണെന്ന രീതിയിലാണ് പറയുക. അല്ലെ പറഞ്ഞാൽ ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വിശുദ്ധ ഉടമ്പടിയാണ് വിവാഹം എന്നാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ മലാഖിയുടെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തെ വിവാഹം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. നിങ്ങൾ വിവാഹം കഴിച്ചതുപോലെയാണോ ഇപ്പോൾ വിവാഹം കഴിക്കുന്നത്? ആണോ? എൻ്റെ കാലം വരെ ഞാൻ കല്യാണം കഴിച്ചത് 99-ലാണ്. വിവാഹത്തിൻ്റെ ആദ്യത്തെ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കുടുംബാംഗങ്ങൾ തരുന്ന ഒരു കപ്പ് പാല. ഇപ്പം നൊര പതയുന്ന ഒരു പാനീയത്തിട്ട് അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എങ്ങനെയാ കുടിക്കുന്നതെന്നറിയാമോ? അതിങ്ങനെയാണ് കുടിക്കുന്നത്, ഇങ്ങനെ. അതാ നേരിട്ട് കുടിക്കാൻ പറഞ്ഞില്ല, ഇങ്ങനെ കൊലസ്റ്റ് കയ്യിൽ ഇങ്ങനെ കുരുക്കി അവൻ്റെ അകത്ത് കുരുക്കി പറിച്ച് ആകെ വിഷയമാക്കിയ ഇത് കുടിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ ആരണ്ട് പറഞ്ഞ് പള്ളിയിൽ തന്നെ തുടങ്ങുന്നതെന്നാണ് പറയുക. പള്ളിയിലെ ഈ അച്ഛൻ കൈ പിടിപ്പിക്കുന്ന തന്നെ ഏത് ഗുസ്തിയും ആരംഭിക്കുന്നത് ഒരു കൈപിടുത്തത്തിൽ നിന്നുള്ളതുകൊണ്ട് അവിടുത്തെ ആരംഭിക്കുന്നതാണ് പറയുന്നത്. പിന്നെ മാന്യമായ അമ്മായിയമ്മ ഒരു കത്തി എടുത്ത് കൊടുക്കുന്നു കേക്ക് കട്ട് ചെയ്യാൻ, മരുമകൾ തീ കൊണ്ട് കൊടുക്കുന്നു കത്തിക്കാൻ. ഇങ്ങനെ പല പല കാര്യങ്ങളിലൊരു സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു നിമിഷം ഒരു മര്യാദയ്ക്കൊന്ന് ചിന്തിക്കാൻ, നമ്മുടെ വിവാഹത്തിൻ്റെ ആ ഊഷ്മളത എന്തുകൊണ്ട് പുതു ജനറേഷൻ ഉണ്ടാകാതെ പോകുന്നു? മൊത്തത്തിൽ നമ്മൾ വ്യത്യാസം വരിക. ആലോചിച്ച് നോക്കേ, പാലിന് പകരം ആപ്പി ഫീസ് കൊടുക്കും, അത് നേരിട്ട് കൊടുക്കുന്നതിന് പകരം നാണമില്ലാതെ കൈയിട്ട് കുരുക്കി കുടിക്കും. പിന്നെ കത്തി, തീയ്, പിന്നെ ഭർത്താവിൻ്റെ ഡാൻസ്, പിന്നെ ഭാര്യയുടെ ഡാൻസ്, കുടുംബക്കാരുടെ ഡാൻസ്, വന്നവൻ്റെ ഡാൻസ്, ഇതൊന്നും അറിയാതെ ഒരാൾക്കാർ വെട്ടി വിഴുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥിക്കുക പോലും വേണ്ട. പോകുക, 3-ൻ്റെ അന്ന് പരിപാടി തുടങ്ങുക, വഴക്ക് തുടങ്ങുക, ഡോക്യുമെൻ്റ് എല്ലാം ശേഖരിച്ച് വെക്കുക, ഡിവോഴ്സ്, ഇതിലേക്ക് പോകുക. ചോദ്യം, ഈ വിവാഹത്തിൻ്റെ പോകുന്ന ഒരാൾ ഡു യു പ്രേ ഫോർ ദം? അവർക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടോ? എന്തിനാണ് നമ്മൾ വിളിച്ചു ചൊല്ലുന്നത്? നമ്മളെന്തിനാണ് വിവാഹത്തിന് വിളിച്ചു ചൊല്ലുന്നത്? നമ്മൾ വിളിച്ചു ചൊല്ലിക്കഴിഞ്ഞ് അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയും. യു ആർ സപ്പോസ് ടു പ്രേ ഫോർ ദം ഫോർ ദ സക്സസ് ഓഫ് ദ മാരേജ്. ജീവിതത്തിൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളങ്ങനെ പോക്കല്ലേ, പോയി കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും മുഖത്ത് പോലും നോക്കത്തില്ല. സ്ത്രീകളാണ് പോയാൽ സാരിയുടെ കളർ നോക്കും, ഭർത്താക്കന്മാർ പോയാൽ ഉള്ള ഭക്ഷണത്തിൻ്റെ കഴി നോക്കിയിട്ട് അവർ വീട്ടിൽ പോകും. ഒരു ഫോട്ടോ എടുക്കാൻ പോലും നിൽക്കുകയല്ല, അല്ലേ? അപ്പോൾ ആ ഒരു ഊഷ്മളത അങ്ങ് പൂർണ്ണമായും നശിക്കുന്ന സാഹചര്യമാണ്. ജീവിതത്തിൽ വിവാഹത്തിന് ആ ഊഷ്മളത തിരികെ കൊണ്ടുവരുവാൻ നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ നടക്കണം. ഇപ്പം അവിടെ കൊണ്ട് മാത്രമൊന്നുമല്ല ഈ ബന്ധങ്ങൾ നശിക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വിശ്വാസം മൂത്തു വരും, വിശ്വാസം മൂക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിശാച് പ്രവർത്തിക്കുന്ന മറ്റൊരിടവും കൂടെ ഒന്ന് സൂചിപ്പിക്കാം. CSI പള്ളിയിലെയും മാർത്തോമ പള്ളിയിലെയും ഒന്നും വിശ്വാസം അങ്ങോട്ട് പോരാതെ വരുമ്പോൾ അങ്ങ് മൂത്തങ്ങ് വിശ്വാസം അങ്ങ് തെറിച്ച് വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആദ്യം ചെയ്യുന്നത് കെട്ടുതാലി പറിച്ചങ്ങ് കൊടുക്കും, പിന്നെ ഇതളക്കും, പിന്നെ അടക്കോഴിയെ ഇല്ല സ്കിന്ന് മാറ്റുന്നത് പോലെ നടക്കുക. ശ്രദ്ധിച്ചു നോക്കേ, ആദ്യം കൈവെക്കുന്ന എവിടാ? നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ആദ്യം കൈവെക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഒരു ഭർത്താവിനോട് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ടും ഭാര്യയോട് പങ്കാളിത്തം പ്രഖ്യാപിച്ചുകൊണ്ടും ഇവിടെ വെച്ച് കെട്ടുന്ന താലി പറിപ്പിക്കുക. തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എവിടെ താലി? ചില ആൾക്കാർ രഹസ്യമായി അച്ഛനെ കാണുമ്പോൾ എടുത്ത് കുത്തിയിടും, അച്ഛൻ പോകുമ്പോൾ എടുത്ത് ഊരി വെക്കും. അങ്ങനെ ഉണ്ടല്ലോ. ആരെ താലി പറിക്കാൻ പറഞ്ഞത്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കെട്ടി താലി പറിക്കാൻ പറഞ്ഞ ആരാ? നമുക്കിതിനൊന്നും ഒരു മറുപടിയും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ പവിത്രത മനസ്സിലാക്കണമെന്നുള്ള. അപ്പോൾ ഈ സാമുവൽ റിച്ചാർഡ്സ് എന്ന് പറയപ്പെടുന്ന ആളൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം
വിവാഹം സൗഹൃദത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. സന്തോഷമാണെങ്കിൽ അത് അവയെ പങ്കിട്ട് ഓരോരുത്തരുടെയും കടമകൾ കുറയ്ക്കാനും അതേസമയം പരസ്പര പങ്കാളിത്തത്താൽ അത് നമ്മുടെ സന്തോഷത്തെ ഇരട്ടിയാക്കാനും ശ്രമിക്കണമെന്ന ഈ സാമുവൽ റിച്ചർഡ്സൺ പറയുന്നത്. അതുകൊണ്ട് വിവാഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ ആദരിക്കാനായിട്ട് വിവാഹത്തിൽ നമുക്ക് സാധ്യമാകണമെന്നാണ് മലാഖി ആദ്യം പറയുക. വിവാഹത്തിൻ്റെ പവിത്രത മനസ്സിലാക്കുക, അതിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് നാശമുണ്ടാകുന്നത് എന്നൊരു ബോധ്യം ഉണ്ടാകണം. ഈയിടയ്ക്ക് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ചേച്ചിയുടെ ഒരു വാചകം തത്തിക്കളിക്കുന്നുണ്ട്. എന്താ അവർ പരിചയപ്പെടുത്ത വേദഭാഗം സഭാപ്രസംഗ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഏതാണ്? മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. മറിയാമ്മ അത് പറഞ്ഞത് മീഡിയ 1-ന്റെ പത്രലേഖനം. അയാൾക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ നമുക്ക് മനസ്സിലായി. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. വിവാഹത്തിൻ്റെ പവിത്രത എവിടെയാണ്? രണ്ടാമത് മലാഖി പറയുന്നത് അവിശ്വസ്തതയുടെ അനന്തരഫലങ്ങളെക്കുറിച്ചാണ്. വൈവാഹിക ബന്ധത്തിലെ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന ഭാഗമാണ് അതിൻ്റെ 14 വാക്യങ്ങൾ കൃത്യമായി പറയുക. എന്നാൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് മനസ്സിലായല്ലോ. അവിശ്വസ്തത ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം. താഴോട്ട് വായിക്കുമ്പോൾ യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നതിൻ്റെ യൗവനത്തിൻ്റെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് നിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ വരുമെന്നാണ് പറഞ്ഞത്. മലാഖി പറയുന്നു വിശ്വസ്തത ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫാമിലി ലൈഫ്. മൂന്നാമത് മലാഖിയുടെ ഭാഗത്ത് പറയുന്നത് പങ്കാളിയെ സംരക്ഷിക്കുക, കുട്ടിയെ വളർത്തുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന്. We need to have an insight to protect our partner and to raise children. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മലാഖി പറയുമ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് പറയുന്ന വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഐ ഹെയ്റ്റ് ഡിവോഴ്സ് എന്ന വളരെ ശക്തമായൊരു സ്റ്റേറ്റ്മെൻറ്റ് മലാഖിയിലൂടെ വരികയാണ്. വിവാഹമോചനവും വിവാഹത്തിനുള്ളിലെ വിദ്വേഷവും സ്നേഹിക്കാനും വളർത്താനും നിയോഗിക്കപ്പെട്ടവരുടെ അക്രമവാസനയാണെന്ന് മലാഖി പറയുന്നത്. മനസ്സിലായില്ലേ? വിവാഹമോചനവും വിവാഹത്തിനുള്ളിലെ വിദ്വേഷവും സ്നേഹിക്കാനും വളർത്താനുമുള്ള നിയോഗത്തിലെ അക്രമവാസന കൊണ്ടാണെന്ന് പറയുക. അതുകൊണ്ട് റൂത്ത് ബെല്ലിനെ നമുക്കറിയാം. ബില്ലി ഗ്രഹാമിൻ്റെ ഭാര്യയാണ് റൂത്ത് ബെൽ. റൂത്ത് ബെല്ല് പറഞ്ഞിട്ടുണ്ട്, എ ഹാപ്പി മാരേജ് ഈസ് ദ യൂണിയൻ ഓഫ് 2 ഫോർഗീവേഴ്സ്. 2 ക്ഷമാശീലരുടെ യൂണിയനാണ് വിവാഹമെന്ന് പറയപ്പെടുന്നത്. എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു വാചകമുണ്ട്. അത് ഹെലൻ റൊവാണ്ട് എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുക. അവർ പറയുന്നത് ഒരു സ്ത്രീയുടെ മായാമോഹവും പുരുഷൻ്റെ അഹങ്കാരവും അഹംഭാവവും മരവിപ്പിക്കാതെ വേർതിരിച്ചെടുക്കുന്ന ഒരു ഓപ്പറേഷനാണ് വിവാഹം. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, മാരേജ് ഈസ് ദ ഓപ്പറേഷൻ ബൈ വിച്ച് എ വുമൻസ് വാനിറ്റി and a man's egotism are extracted without an anesthetic. ഒരു സ്ത്രീയുടെ മായാമോഹവും പുരുഷൻ്റെ അഹംഭാവവും മരവിപ്പിക്കാതെ വേർതിരിച്ചെടുക്കുന്ന ഒരു ഓപ്പറേഷനാണ് വിവാഹം. അതിൻ്റെ അർത്ഥം ഇവിടെ സമരസപ്പെട്ടേ മതിയാകൂ. അതുകൊണ്ട് ഡിവോഴ്സിനെ കുറിച്ച് മലാഖി പറയുന്നു 15-ാമത്തെ വാക്യം എന്താണ്? ലേശം പോലും സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരുത്തനെങ്കിലും അങ്ങനെ ചെയ്യത്തില്ല. വായിച്ചോണേ, വീട്ടിൽ പോയി. 15-ാമത്തെ വാക്യം, ലേശം പോലും സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരുത്തനെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ല. ഡിവോഴ്സിനെ സംബന്ധിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരുത്തൻ അതിൻ്റെ പുറകെ പോകുന്നെങ്കിൽ അതിൽ പ്രശ്നമുണ്ടെന്നാണ്. 16-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു, ഐ ഹെയ്റ്റ് ഡിവോഴ്സ്. കാരണം എന്താണെന്നറിയാമോ? അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ 25 വരെയുള്ള ഭാഗങ്ങൾക്ക് എതിരാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കും ദൈവിക ലക്ഷ്യത്തിനും എതിരാണ്. അതാണിന്ന് വായിച്ച സുവിശേഷ ഭാഗത്ത് പറഞ്ഞത്. യേശുമ്പുരാനിക്ക് ചെന്ന് ചോദിച്ചു, മോശ എങ്ങനെ പറഞ്ഞല്ലോ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിവോഴ്സ് കൊണ്ട് ഹാജരാക്കിയാൽ ഉപേക്ഷണ പത്രം കിട്ടുമെന്ന്. അപ്പോൾ യേശുമ്പുരാൻ പറഞ്ഞു, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഹാർഡ്നെസ് ഓഫ് യുവർ ഹാർട്ട്. നിൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ട് മാത്രമാണ് ഉപേക്ഷിക്കാൻ ഒരു തോന്നലുണ്ടാകുന്നത്.
എത്രയോ നല്ല മനുഷ്യരുണ്ടെന്നറിയാം ഈ ലോകത്തിൽ. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഈ പള്ളിയിലെ തന്നെ അനീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. ശാരീരികമായി അദ്ദേഹത്തിനില്ലാത്ത അസുഖങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ അഡ്വക്കേറ്റാണ്. അവരുടെ പേര് ബെറ്റി എന്നാണ്. ഒരു വൈദികൻ്റെ മകളാണ്. ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെയെന്ന് പോലും ചോദിക്കാതെ ഒരു നിഴലായി കിടക്കുന്ന ഭർത്താവിനെ പരിചരിക്കുന്ന വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയെപ്പറ്റി നിങ്ങൾക്ക് കുറഞ്ഞ പക്ഷം PTP വട്ടിയൂർക്കാർ ഏരിയയിലെ പ്രാർത്ഥനാ കുഞ്ഞുങ്ങൾക്കും ജനങ്ങൾക്കും അറിയാം. അതാണോ സ്നേഹം? ഇപ്പം എന്തിനൊക്കെയാണ് നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്നത്? ശുദ്ധ അസംബന്ധ വർത്തമാനങ്ങളാണ്. അതിന് താരാട്ട് പാടുന്ന അപ്പനും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശോധന ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ. 40, 45, 50 വർഷം ഒന്നിച്ച് ജീവിച്ച അപ്പനും അമ്മയുമാണ് മക്കളുടെ ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിടാൻ കൂടെ പോകുന്ന ഓർക്കണം. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഗൗരവമായി ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരുവന് വിവാഹമോചനത്തിലേക്ക് പോകണമെങ്കിൽ ഹൃദയത്തിൻ്റെ കാഠിന്യം അത്രത്തോളം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തവനെയും മറന്നിട്ട് ഒരിക്കലും മറ്റൊരു ചിന്തയിൽ പോകില്ല. കൂട്ടിച്ചേർത്തവനെയും മറക്കുക എന്ന് പറഞ്ഞാൽ കൂടെ ചേർത്ത് ഉപേക്ഷിക്കുകയും കൂട്ടിച്ചേർത്തവനെ മറക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിവാഹ ജീവിതം അസ്വസ്ഥമായി മാറുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ജീവിതത്തിൽ എല്ലാം ഉണ്ടാകണമെങ്കിലും എന്തുണ്ടായാലും നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒന്ന് ഇന്നത്തെ ലേഖന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിൻ്റെ വലിയ സന്തോഷം വരുമ്പോൾ നമ്മുടെ പള്ളിയിൽ വായിക്കുമെങ്കിലും ആരും കേൾക്കത്തില്ല. ഏതാണ്? കൊരിന്ത്യ ലേഖനം 13-ാമത്തെ അധ്യായം. ആ 13-ാമത്തെ അധ്യായത്തിൽ മൊത്തം പറയുന്നത് സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ്. ആ സ്നേഹത്തിൻ്റെ ആഴമേറിയ ബോധ്യം ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ പങ്കാളികൾ എപ്പോഴും സുരക്ഷിതരായിരിക്കും. അവർക്കൊരു വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ കോപിഷ്ഠരായാലും രഹസ്യമായി നമ്മൾ ഒളിഞ്ഞു നോക്കും അവൾ വിലപിക്കുന്നുവോ. കുറഞ്ഞ പക്ഷം മക്കൾ വഴിയായിട്ടെങ്കിലും അന്വേഷിക്കും, അവർക്ക് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ഒരു നല്ല ജീവിതം മാറും. വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ കടയിലൊക്കെ പോകുന്ന സമയത്ത് ഭാര്യയും മക്കളെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പക്ഷേ ഇന്ന തൻ്റെ ഭാര്യയ്ക്ക് ചേർന്നിരിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയുന്നതൊക്കെ ഈ ഇമോഷണൽ കണക്ഷൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഒരു സ്നേഹം ജീവിതത്തിൽ ഉണ്ടാകണം. ആ സ്നേഹത്തെക്കുറിച്ചാണ് കൊരിന്ത്യ ലേഖനം 13-ാമത്തെ അധ്യായം പറയുന്നത്. ആ 13-ാമത്തെ അധ്യായത്തെ 4 വരികളിലായി നമ്മുടെ ഈ പള്ളിയിലെ അംഗമായ കൊച്ചി തലക്കൽ സാർ എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതിയേക്കുന്നത്? എല്ലാം ത്യജിക്കുന്ന സ്നേഹം നൽകൂ, എല്ലാം പൊറുക്കുന്ന സ്നേഹം, എല്ലാം ത്യജിക്കുന്ന സ്നേഹം നൽകൂ, എല്ലാം പൊറുക്കുന്ന സ്നേഹം, എല്ലാം സഹിക്കുന്ന സ്നേഹം നൽകൂ, പാവന സ്നേഹം നൽകൂ. എല്ലാം സഹിക്കുന്ന സ്നേഹം നൽകൂ, പാവന സ്നേഹം നൽകൂ. പകരൂ ജീവൻ, പകരൂ സ്നേഹം, പകരൂ നിൻ ചൈതന്യം, പകരൂ സ്നേഹം, പകരൂ ജീവൻ, പകരൂ നിൻ ചൈതന്യം. സ്നേഹസ്വരൂപ നിൻ തിരുമുൻപിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു. സ്നേഹസ്വരൂപ നിൻ തിരുമുൻപിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു. എനിക്കൊന്ന് ആ വിവാഹ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിനും അല്പം കൂടി ഉറയ്ക്കാൻ ആ 4 വരി നമ്മൾ ഒന്നിച്ച് പാടുന്നു ഉചിതമെന്ന് വിചാരിച്ചു. ഗായസംഘം അല്പം കൂടി ശക്തമായിട്ട് എഴുന്നേറ്റ് പാടിയാലും കുഴപ്പമില്ല. ഞാൻ പറയും എല്ലാം പൊറുക്കുന്ന സ്നേഹം, എല്ലാം ത്യജിക്കുന്ന സ്നേഹം. അതൊന്ന് എഴുന്നേറ്റ് പാടും നല്ലതായിരിക്കും. എല്ലാം പൊറുക്കുന്ന സ്നേഹം നൽകൂ, എല്ലാം
സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം നൽകൂ, എല്ലാം ത്യജിക്കുന്ന സ്നേഹം, എല്ലാം സ്നേഹം നൽകൂ, പാവന സ്നേഹം നൽകൂ, എല്ലാം സ്നേഹം നൽകൂ, പാവന സ്നേഹം നൽകൂ. സ്നേഹസ്വരൂപ നിൻ തിരുമുൻപിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു. സ്നേഹസ്വരൂപ നിൻ തിരുമുൻപിൽ സ്നേഹം തേടി ഞങ്ങൾ വരുന്നു. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ നല്ല ദൈവമേ, നൽകിയ നല്ല കുടുംബജീവിതത്തിന് നന്ദിയോടെ സ്തോത്രം. ത്യജിക്കലിൻ്റെ വഴിയിലൂടെ ത്യാഗത്തിൻ്റെ മനോഭാവത്തോടെ നല്ല കുടുംബത്തെ സൃഷ്ടിക്കുവാൻ ഞങ്ങളെ നീ പ്രാപ്തിപ്പെടുത്തണം. ദൈവമായ കർത്താവിനോട് കൂടെ ഇരിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു മൂലം പ്രാർത്ഥനകൾ കേണമേ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും സകല ബഹുമാന മഹത്വം സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ.